വളരെ അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. Uh, thank the Lord, hallelujah, for this blessed time. ഇത്ര അനുഗ്രഹീതമായ ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് എല്ലാവർക്കും ദാനമായി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. Thank the Lord for giving this blessed time, hallelujah, this time to come. ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവ്വശക്തനായ ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. Thank the Lord for giving this Lord's day to come and worship Him. വിവിധ സ്ഥലങ്ങളിലായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇന്ന് ഈ പകൽ സമയത്ത് ഈ അനുഗ്രഹീതമായ ഹാളിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല ചാൻസിനായി സ്തോത്രം. I thank the Lord again for the chance given to each one of us coming this point of time, hallelujah, from different places to worship the Lord in this beautiful hall. ഈ ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന പാസ്റ്റർ ജോൺ വർക്കി അവർ കുടുംബം പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for John Worky and his family, whom I honor, hallelujah, for this opportunity. ദീർഘ വർഷങ്ങൾക്ക് മുൻപുള്ള ആത്മീയ ബന്ധമാണ് പ്രിയ ജോണിച്ചാനെ, സിസിമാമ, കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരുമായി കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. I'm having a long-term relationship with them, hallelujah. അന്ന് മുതൽ ഈ നിമിഷം വരെയും വളരെ ആത്മാർത്ഥതയോടെ വാത്സല്യ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സർവ്വശക്തനാദിയും അവസരങ്ങൾ തന്നിട്ടുണ്ട്. I mean, from that point, hallelujah, from till this moment, I'm able to pray for this family, hallelujah. Amen, hallelujah. ഒരുമിച്ച് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് അവസരം തന്നിരുന്നു. God has given me many opportunities to pray together, many points, hallelujah, along with the family. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, and it became a mutual blessing for both of us. വിശേഷാൽ മൂത്ത മകൾ ഡോക്ടർ ഗുഡിയെ തൻ്റെ കുടുംബത്തെ ഓർത്ത്, വിശേഷാൽ കർത്താവിന്റെ വിലപ്പെട്ട അഭിഷക്തൻ ജോയലിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for elder daughter Goody and her family, hallelujah. കർത്താവ് ആ കുടുംബത്തെ സഹായിക്കട്ടെ. ജോഷുവ മോനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for Joshua. വിശേഷാൽ ഞങ്ങളുടെ ജോയലിൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ പേരൻസ്, പപ്പ, മമ്മി, സഹോദരങ്ങളെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for my parents also who is in India. വളരെ വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ജോയലിൻ്റെ കുടുംബവും. I mean, even my family, they are working in the Lord's ministry for long. നമ്മൾ തിരുവഴുത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, നിർബന്ധത്താലാണെങ്കിൽ ക്രൂശിൽ ചുമക്കപ്പെട്ട കുറേനക്കാനായ ശീമോന്റെ മക്കളൊക്കെ കർത്താവിൽ ഫേമസ് ആയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. I mean, it is written in Simon Cyrin's sons got famous because he was asked to take the cross with compulsion. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആര് നിന്നാലും അവരെയും അവരുടെ കുടുംബത്തെ എല്ലാം കർത്താവ് മാനിക്കും. I mean, those who stand for the Lord, he and his family shall be blessed. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കൽ അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ പുറപ്പെടുമ്പോൾ മോശ കുന്നിൻ മുകളിൽ പ്രാർത്ഥനയിൽ കയറി. In the Old Testament, we read about a war which happened between Israel and Amalekites, where Moses was in the mountain while there was in the valley there was war with Amalekites. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവര് ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. And that was the first war which Israel was entering into. അതിനു മുൻപ് അവർക്ക് യുദ്ധം ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ല. They didn't have any experience prior to that. ഫസ്റ്റ് ടൈമാണ് അവരൊരു വാർ ഫേസ് ചെയ്യുന്നത്. I mean, that was their first war they were facing. ഞാൻ വളരെ ശാന്തമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. I'm going to say some points very soon. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ പ്രാർത്ഥന. And after that we are going to pray together. അപ്പോൾ അതിനു മുൻപ് ഇസ്രായേൽ മക്കൾ ഒരു യുദ്ധം ചെയ്തിട്ടില്ല. And before that Israel have not done warfare. ആദ്യമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. They are doing the warfare for the first time. അപ്പോൾ ആ യുദ്ധം അമാലേക്കിനോടുള്ള യുദ്ധമാണ്. I mean, that warfare was with Amalekites. ആ യുദ്ധ സമയത്ത് മോശ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, and during that time what did Moses do? ജോഷുവയോട് മോശ പറഞ്ഞു, നീ ജനവുമായിട്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പ്രാപ്തരായ ആളുകളുമായിട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യണം. Amen. Moses ordered Joshua, you and with your valiant men go and do the warfare with the Amalek. മോശ കുന്നിൻ മുകളിൽ
ദൈവ സാന്നിധ്യത്തിൽ കരമുയർത്തി നിൽക്കുകയാണ്. And Moses was in the top of the mountain, hallelujah, with his hands lifted up in the presence of God. പ്രാർത്ഥനയിൽ കരമുയർത്തി കുന്നിന് മുകളിൽ He നിൽക്കുകയാണ്. was in the top with his hands lifted up in prayer. ഈ സമയം മോശയുടെ കരം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങൾക്ക് മുൻപ് മോശയുടെ കരം താണാൽ I mean, what happened when if the hands is lowered down when the sun is about to set? ആ സമയത്ത് അമാലേക്കർ ജയിക്കും, I mean, ശത്രു ജയിക്കും. Yeah, if the hands gets lowered down, the enemy or the Amalekites will start to win. എന്നാൽ മോശയുടെ കരം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ And if the hands of Moses is lifted high, ഇസ്രായേൽ മക്കൾ ജയിക്കും. Israel shall win. പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സസ് 8 onwards നമ്മൾ അവിടെ വായിക്കുമ്പോൾ രഫീദീമിൽ വെച്ചാണ് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നത്. I mean, in Rephidim, the Amalekite warriors came to and attacked Israel. ആ ഭാഗം ഒന്ന് വായിക്കാൻ പറ്റും. അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശ അഹ്രോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്കർ ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വച്ച് അവൻ അതിന്മേലിരുന്നു. അഹ്രോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അപ്പോൾ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്ക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്നും അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിനെ യഹോവ നിസി, യഹോവയുടെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. മതി, താങ്ക്സ് അമ്മാമേ. നമ്മൾ ഈ വായിച്ച ഭാഗത്തിൽ കാണുന്നത് പോലെ ഇസ്രായേൽ മക്കൾ രഫീദീമിൽ വെച്ചാണ് ആദ്യമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ടാകുന്നത്. I mean, in Rephidim was the place where the Israel got the chance to do the first war. ഈ സമയത്ത് മോശ യോശുവയോട് പറയുകയാണ്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായവരെ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യണം? പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യണം. Amen. And in verse 9 says, choose some men to go out and fight the army of Amalek. പക്ഷേ നാളെ ഞാൻ കുന്നിൻ മുകളിൽ നിൽക്കും. But tomorrow I will stand on the top of the hill holding the staff of God in my hand. ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ കുന്നിൻ മുകളിൽ നിൽക്കും. I will be holding the staff of God in my hand. മാനുഷികമായിട്ട് യുദ്ധം ആണ് നടക്കുന്നതെങ്കിൽ പോലും Physically, what is happening is war. മോശയ്ക്ക് മനസ്സിലായി ജയം നടക്കണമെങ്കിൽ പ്രാർത്ഥനയാണ് ഇമ്പോർട്ടന്റ്. I mean, in order to get victorious, there should be prayer. Moses understood that truth. പ്രാർത്ഥനയിലൂടെ മാത്രമേ ജയം റിസീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മോശയ്ക്ക് മനസ്സിലായി. When through prayer only that this war could be win. ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാത്സല്യ അഭിഷിക്തന്മാർ, കുടുംബങ്ങൾ, വാത്സല്യ സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ അറിയണം. നമുക്ക് എത്ര റിസോഴ്സസ് ഉണ്ടെങ്കിലും, എത്ര കപ്പാസിറ്റി ഉണ്ടെങ്കിലും, നമുക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും, എല്ലാറ്റിൻ്റെയും ജയം പ്രാർത്ഥനയ്ക്കകത്താണ്. I mean, dear children, one thing I would like to share is that, hallelujah, even though we have many resources, hallelujah, the answer to get of our victory is through prayer. വേണമെങ്കിൽ മാന്യമായിട്ടുള്ള യുദ്ധമൊക്കെ ചെയ്യുവാനുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. I mean, if in order to do a good warfare, there was every resources with the people of Israel. മാന്യമായിട്ട് യുദ്ധം ചെയ്താൽ ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവിടെ. And they, if you think they did have the capacity to win the warfare. പക്ഷെ മോശയെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് മാനുഷികമായി ഈ യുദ്ധം ചെയ്ത് അങ്ങനെ ഒരു ജയം കിട്ടുന്നതിനേക്കാൾ അപ്പുറമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു ജയം ഇറങ്ങുന്നതാണ്. Amen. Hallelujah. Moses, when he thought, hallelujah, he thought that, hallelujah, instead of having a victory through
the efforts of the people, hallelujah, he wanted the victory through the hand of God. Amen. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. Amen. Practice When ചെയ്യണം. I tell these things, you should test these in your life. നമ്മുടെ പല വിഷയങ്ങളും ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ മാനുഷികമായി ചില പ്രവർത്തികളൊക്കെ ചെയ്ത് ചിലതിൻ്റെ മറുപടികളിലേക്ക് അല്ലെങ്കിൽ ചില നന്മകളിലേക്ക് പ്രവേശിപ്പാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് വേണേൽ കണ്ടെത്താം. And we also have the opportunity by our human efforts, hallelujah, enter into victory. പക്ഷെ പ്രാർത്ഥനയിലൂടെ നടക്കുന്ന മറുപടി പോലെ വേറെ ഒന്നിനകത്തും ഉണ്ടാകും. But by prayer, hallelujah, the answer which we get through prayer won't happen through any other means. എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യേണ്ടത് പ്രാർത്ഥനയിലൂടെയുള്ള റിസൾട്ടിന് വേണ്ടി ആയിരിക്കണം. I mean, every time we should try, the answer should be received through prayer. അങ്ങനെയുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ അസാധാരണമായ ഡെലിവറൻസുകൾ ഉണ്ടാകും. I mean, if we put the effort in our prayer, we shall see unnatural, supernatural deliverance. നമ്മൾ കാണാത്ത വഴികളിലൂടെയായിരിക്കും ദൈവത്തിന്റെ റിസൾട്ടുകൾ നമ്മുടെ അടുക്കലേക്ക്. I mean, we shall see results in unexpected ways in our life. അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ വളരെ ഡിഫറെന്റ് വേയിലൂടെയായിരിക്കും കർത്താവ് നമ്മുടെ കയ്യിൽ തരുന്നത്. God will give solution in ways which you have not expected of. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കായിരിക്കും. That's why we should give our uttermost more importance to prayer. സൂര്യൻ അസ്തമിക്കും വരെ മോശ കരം ഉയർത്തി കുന്നിന് മുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. I mean, when till sunset, Moses lifted his hand high, hallelujah, and kept it in that position and prayed to God. ഇതേ സമയത്ത് താഴ്വരയിൽ ജോഷുവയുടെ നേതൃത്വത്തിൽ വലിയ വാർ നടന്നുകൊണ്ടിരിക്കുക. I mean, in that meantime, hallelujah, Joshua along with his choice men were doing the warfare in the valley. എന്നാൽ മോശ കുന്നിന് മുകളിൽ കയറി കരമുയർത്തിക്കൊണ്ട് നിൽക്കുമ്പോ മനുഷ്യനല്ലേ മോശയുടെ കരം ഒരു പക്ഷേ ക്ഷീണിച്ചേക്കാം. I mean, Moses being a human, hallelujah, the hands, hallelujah, got weak, hallelujah, because he was praying and lifting his hands high, hallelujah, was keeping in that position for a long time. പെട്ടെന്ന് അവിടെ രണ്ടുപേര് എഴുന്നേറ്റു. I mean, and that point of time, hallelujah, two people raised. ഒന്ന് അഹരോനാണ്, രണ്ട് ഹൂരാണ്. I mean, one was Aaron and second was Hur. ഇവർ രണ്ടുപേരും മോശയുടെ അടുക്കൽ ചെന്ന് മോശയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിന്നു. I mean, they stood by both the side of Moses' hand. അവർ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് മോശയുടെ കരം താങ്ങി പിടിച്ചു. I mean, they started to support the hand of Moses. മോശയുടെ കരം താങ്ങി പിടിച്ചു. And they supported the hand of Moses. കാരണം എന്താണ്? മോശയുടെ കരം എവിടെയെങ്കിലും ക്ഷീണിച്ചതാണ് പോയാൽ തോൽവി എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. I mean, hallelujah, they understood that if the hand of Moses falls down, hallelujah, there will be, hallelujah, defeat, and defeat was meant for everyone. മോശയുടെ കരം താണ് ഒരു പരാജയം ഉണ്ടായാൽ ആ പരാജയം മോശയുടെ മാത്രം പരാജയമല്ല, മുഴുവൻ ഇസ്രായേൽ മക്കളുടെയും പരാജയം. I mean, if Moses' hands falls down, the defeat he faces is not only his alone, but it is for the entire camp of Israel. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കുടുംബം, ഒരു ഫാമിലിയിൽ ഒരപ്പൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ ആ അപ്പൻ്റെ മാത്രം പരാജയമായിരിക്കത്തില്ല, ഹോൾ ഫാമിലിയുടെ പരാജയമായിരിക്കും. I mean, in a family, hallelujah, if a father faces a defeat, it is not the defeat of the father alone, but the entire family. ഒരു ചർച്ചിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആരിലെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ അത് അവരുടെ മാത്രം പരാജയമല്ല, ടോട്ടൽ ചർച്ചിന്റെ പരാജയം. I mean, if the leader in the church, hallelujah, faces a defeat, it is not the defeat of that person alone, but the entire church. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, So when that situation arises, what should one do? ഒരു കുടുംബത്തിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ലീഡിംഗ് തലത്തിൽ നിൽക്കുന്ന ഒരു പിതാവ്, ആ പിതാവിനെ ഏറ്റവും അധികം ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യുകയാണ്? സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ബലപ്പെടുത്തുക എന്നുള്ളതാണ്. I mean, hallelujah, when there is a weakness, or when there is this defeat that is about to be faced by the leader, hallelujah, what should one do? Everyone should support that person, hallelujah. ഒരു സഭയുടെ ലീഡർഷിപ്പിൽ കർത്താവ് കഴിഞ്ഞാൽ അടുത്തത് കർത്താവിന്റെ വിലപ്പെട്ട അഭിഷിക്തനാണ്. I mean, after the Lord Jesus, the next important person in a man's or a person's life is the anointed one in
that life. ആ കർത്താവിന്റെ അഭിഷിക്തനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. I mean, that anointed person should be supported, and it is everyone's responsibility to support. അദ്ദേഹത്തിന് ക്ഷീണം സംഭവിച്ചാൽ ആ ക്ഷീണം നമ്മൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. I mean, if he faces any hallelujah weaknesses, his weaknesses affects the entire. ഇവിടെ ഈ ശുശ്രൂഷ നടക്കുമ്പോഴും നമുക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം എന്നാണ് ചോദിച്ചാൽ, കർത്താവിന്റെ വിലപ്പെട്ട അഭിഷേകത്തോട് ചേർന്ന് കുഞ്ഞുങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഇടതും വലതുമായിട്ടൊക്കെ നിന്ന് ഈ ബലം പകരുന്നത്, ആ ജയം, അതിൽ നിന്ന് വ്യാപരിക്കുന്ന ജയം കർത്താവിന്റെ അഭിഷിക്തന് മാത്രമല്ല, നമുക്കെല്ലാവർക്കുമാണ് ആ ജയം. Amen. And here we see that when hallelujah, anointed person is standing, hallelujah, along with all the others are standing together, hallelujah, there is a victory. A victory, it is not only for the anointed person, but it is for everyone's life. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. That's why we stand here or come together with one mind. എവിടെയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പിശാചിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ യൂണിറ്റി പൊളിക്കുക എന്നുള്ളതാണ്. I mean, the strategy of the enemy is that he wants to destroy the unity among the brethren. ഫാമിലിക്കകത്താണെങ്കിലും It starts- ചർച്ചിനകത്താണെങ്കിലും It happens in the family, it happens inside the അതൊരു church, ഓർഗനൈസേഷൻ ആണെങ്കിൽ or even inside the organization. നമ്മൾ എവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഇതിനകത്തെല്ലാം സ്പ്ലിറ്റുകൾ കൊണ്ടിടാനാണ് പിശാചിന്റെ സ്ട്രാറ്റജി. I mean, the strategy of the enemy is to, hallelujah, create splits inside. അപ്പോൾ ഒരു സ്പ്ലിറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൂടുതൽ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് അതിനെ പരാജയപ്പെടുത്തും. I mean, if a fraction is created, hallelujah, there is no need of extra work, hallelujah. അതുകൊണ്ടല്ലേ തിരുവഴുത്ത് ഓർപ്പിക്കുന്ന, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രീകരിച്ചാൽ പിന്നെ നിലനിൽപ്പില്ല. I mean, if that's why it is written in the word of God that if a kingdom, hallelujah, splits or breaks among themselves, hallelujah, there is no standing. ഒരു ഫാമിലി ആണെങ്കിലും ഒരു ചർച്ച ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്ക്, അതിനകത്ത് യൂണിറ്റി തകർന്നാൽ എല്ലാം തകരും. I mean, in a family, inside a church, hallelujah, if the unity is destroyed, hallelujah, or hallelujah, everything is destroyed. പിശാചിനറിയാം മറ്റ് ഏതൊക്കെ മേഖലകളിൽ ദൈവമക്കളോട് ഫൈറ്റ് ചെയ്യാൻ ചെന്നാലും അവരെ പരാജയപ്പെടുത്താൻ പറ്റില്ല. I mean, the enemy knows that he can't fight the people, hallelujah, God's chosen one, hallelujah, in any other means. അതുകൊണ്ട് പിശാച് വളരെ തന്ത്രപൂർവം ചിലരുടെ മനസ്സുകളിൽ ചിന്തകളിൽ ചില കാര്യങ്ങൾ കൊണ്ടിട്ട് കൊടുക്കും. I mean, that's why the enemy, hallelujah, deceitfully, hallelujah, plans some thoughts, hallelujah, in order to cause these. വേണ്ടാത്ത ചില ചിന്തകൾ ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫാമിലികളെ കുറിച്ചായിരിക്കും, എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. And these thoughts will be created, hallelujah, in a person, and that will cause disturbance inside the family or towards anyone. അങ്ങനെ വരുമ്പോൾ മനസ്സുകളെല്ലാം ഡിസോർഡർ ആകും, എല്ലാവരുടെ യൂണിറ്റുകൾ ഡിസോർഡർ ആകും. And that leads to disorder inside the family, disunity inside the family. ആ സാഹചര്യത്തിൽ അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഇല്ലാതെ പോകും. And when that happens, the work of God won't happen. കർത്താവിന്റെ സാന്നിധ്യം അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകും. The presence of God will move away from it. പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യുന്നത് മുഴുവൻ സൈറ്റാന്റെ കാര്യങ്ങളായിരിക്കും. Then inside that place, satanic activities happen. അങ്ങനെ വരുമ്പോൾ പിശാച് നിഷ്പ്രയാസം ജയിക്കും. I mean, that's how the enemy wins. ഇതുപോലെയാണ് സാത്താൻ പല വ്യക്തികളെയും കുടുംബങ്ങളെയും സഭകളെയും തകർത്തുകൊണ്ടിരിക്കുന്നത്. I mean, that's how Satan destroys families, churches in this world. പക്ഷെ ദൈവമക്കളിൽ ആവശ്യമായിട്ടിരിക്കുന്നത് യൂണിറ്റിയാണ്. I mean, but in the children of God, unity is important. എന്ത് വിഷയങ്ങൾ വന്നാലും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന സിറ്റുവേഷൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോട് നിൽക്കും എന്ന് പറയണം. I mean, any situation a person faces, hallelujah, we should be united and pray that we shall face it together. കർത്താവിന്റെ അഭിഷേകത്തിനോട് ചേർന്ന് പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ആ ജയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. I mean, you should understand that if we fight, hallelujah, with anointed one, hallelujah, together, hallelujah, the victory one that is gained is for everyone. അതിന് തക്കവണ്ണമുള്ള ദൈവിക വിടുതലുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുകയാണ്. I mean, that's therefore for that the necessary, hallelujah, deliverance shall be manifested in these days. അവിടെ മോശയുടെ കരം താങ്ങി പിടിക്കുവാൻ അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്നു. I mean, in order to, hallelujah, uphold Moses, hallelujah, Aaron and Hur was standing on both the sides. അവിടെ അമാലേക്ക് ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തതുപോലെ മോശയുടെ കരത്തെ താങ്ങി പിടിക്കുവാൻ രണ്ടുപേരുണ്ടായിരുന്നു. I mean, hallelujah, they were standing and supporting Moses in such a way that there was no chance for Amalekites to
have victory. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു എന്നാണ് നമ്മൾ വായിച്ചത്. Amen. And it is written that they helped Moses and they upholded Moses till the sunset. ഇസ്രായേൽ മക്കൾക്ക് ജയം കിട്ടി. And Israel won the victory. ഞാൻ പറയാം, പർവ്വതത്തിലെ പ്രാർത്ഥനയാണ് താഴ്വരയിൽ നടന്ന ജയത്തിന് കാരണം. Amen. I will tell that the prayer on the mountain is the answer and the result, hallelujah, for the victory in the valley. താഴ്വരയിൽ ഉണ്ടായ യുദ്ധത്തിന്റെ റിസൾട്ട് പർവ്വതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണ്. Amen. The victory in the valley is the result of the prayer that happened in the mountain. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാർത്ഥനയുടെ മൗണ്ടൻ സൃഷ്ടിക്കണം. Amen. For that, each one of us, hallelujah, should create a mountain of prayer. നമ്മുടെ മുൻപിൽ പർവ്വത സമാനമായ വിഷയങ്ങളുണ്ട്. Amen. In front of us, there are mountains as troubles as mountains in front of us. പർവ്വത സമാനമായ പ്രാർത്ഥനയില്ല. But we don't have mountains as such as prayer. ഉണ്ടോ? നമ്മൾ ചോദിക്കുമ്പോൾ പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. I mean, when one is asked, we say that, Pastor, we have so many problems. എൻ്റെ മുൻപിൽ ഒരുപാട് ആവശ്യങ്ങളാണ് നിൽക്കുന്നത്. I mean, in front of me, there are so many needs. ഒരുപാട് വിഷയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. I'm going through so many problems. ഇങ്ങനെയെല്ലാം നമ്മൾ പറയുമ്പോൾ ഒരു മൗണ്ടൻ കിടക്ക് പ്രശ്നം നിൽക്കുക. I mean, we are telling the pastor that there is a mountain kind of problem in front of us. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. But my question is not that. നമ്മുടെ മുൻപിൽ പർവ്വത സമാനമായ പ്രശ്നമുണ്ട്. When, yes, it is true that we have problems just like a mountain. പക്ഷേ പർവ്വത സമാനമായ പ്രാർത്ഥനയുണ്ട്. When I'm asking, do you have a prayer life as big as a mountain? ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മൾ ബിൽഡ് ചെയ്യണം. We have to build a prayer life as big as a mountain. അപ്പോൾ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ നമ്മൾക്ക് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ പർവ്വത സമാനമായ പ്രാർത്ഥനയുണ്ടാകും. I mean, in order to resist, hallelujah, the problems as huge as a mountain, we should have a prayer life as huge as that mountain. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര മിനിറ്റാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മണിക്കൂർ ചോദിക്കുന്നില്ല. I mean, I'm not asking, but I want to ask you one thing is that, hallelujah, how much time do we spend in prayer? ഒരു ദിവസം നമ്മൾ എത്ര ടൈമിലാണ് പ്രാർത്ഥിക്കുന്നത്? എത്ര സമയം പ്രാർത്ഥിക്കും? How much times do you pray each day? നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നീ എല്ലാം അറിയുന്ന എൻ്റെ സിറ്റുവേഷൻ എല്ലാം കണ്ടല്ലോ. ഞാൻ പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് തളർന്നു വന്നിരിക്കുകയാണ്. ഒത്തിരി ടയേർഡാ കർത്താവ്, ഞാൻ ഉറങ്ങിക്കോട്ടെ. I mean, we pray that, Lord, you know my situation. You know that I'm busy, I'm tired, I'm come back home, let me sleep. ദൈവം എല്ലാം അറിയുന്നല്ലോ. God, you know everything. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒട്ടും നേരമില്ല കർത്താവേ. Well, Lord, I don't have the time to pray. അല്ലേ? നമ്മൾ പ്രാർത്ഥനയിൽ എത്ര സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്നു? I mean, how much time do we spend in prayer? ഇനി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് വന്നാൽ പോലും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നിവർത്തിച്ചെടുക്കണം എന്നുള്ളതിന് വേണ്ടിയല്ലേ കർത്താവിനെ അപ്രോച്ച് ചെയ്യുന്നത്? I mean, even though if we pray also, do we pray, hallelujah, when we pray also, we pray that, Lord, my needs, these needs are very important, do fulfill that. ഞാൻ ചോദിക്കുന്നത്, യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് യേശുവിനോട് കുറേയധികം നേരം സംസാരിക്കണം എന്ന് വെച്ച് മണിക്കൂറുകൾ യേശുവിനോട് സംസാരിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? I mean, how many are there where they sit down in prayer and on desires to speak with Jesus for a long time? Does anyone has that kind of desire? എത്ര പേരുണ്ട്? How many are there? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ അവേഴ്സ് കണക്ക് നമ്മൾ സംസാരിക്കും. I mean, the friends whom we love, hallelujah, we spend hours talking to them. അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മിനിറ്റിൽ നമ്മൾ ഫോൺ സംസാരിച്ച് നിർത്തുവോ? I mean, if a person is liked by us, do we end the conversation in 1 minute? പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര മിനിറ്റുകളാ ഫോണിലൂടെ I സംസാരിക്കും? mean, you should think how much time we spend in order to speak with a person whom we love. എന്തുകൊണ്ട് നമ്മൾ അത്രയും സമയങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്? Why do we speak like that? നമുക്ക് ഇഷ്ടമാണ്. Because we love that person. അല്ലേ? ഫോൺ വെക്കാൻ പോലും തോന്നത്തില്ല. I mean, we don't desire to keep the phone aside. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് ഫോണിൽ സംസാരിച്ചാൽ നിർത്താൻ പറഞ്ഞാൽ പോലും തീരത്തില്ല. I mean, our friends, our children, hallelujah, when we tell them to stop the phone call, we don't stop it because we love talking with that person. നിർത്താൻ പറഞ്ഞാലും നിർത്തില്ല. Now, even though when we tell to stop, they don't stop because they love it. പ്രാർത്ഥന നിർത്താനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. I mean, but when prayer comes, when no one needs to tell you to stop, അതിനു മുൻപേ പ്രാർത്ഥന നിർത്തിയിരിക്കും. we would stop prayer before that
അതിന്റെ അർത്ഥം എന്നാ? What is the meaning of that? ആ ആളിന് ഇഷ്ടമല്ലെന്നല്ലേ? I mean, does it mean that I don't like that person? നമ്മൾ പലപ്പോഴും വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഫോണിലൂടെ ഇന്ന് ആ കൂട്ടുകാരിയോട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ വെപ്രാളമാണ്. I mean, when we speak with person, hallelujah, if we are not able to speak for one day with that person, we have that kind of, hallelujah. അറ്റ് ദ സെയിം ടൈം നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ എനിക്ക് കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊക്കെ പാടുമ്പോൾ ഡാൻസൊക്കെ ചെയ്ത് നമ്മൾ പാട്ടുപാടി ഡാൻസൊക്കെ ചെയ്ത് എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ചാടി മറിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ കർത്താവിനോട് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. I mean, when we go for hallelujah worship, hallelujah, we stand, sing songs, and when the time comes to prayer, no one likes to. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? I mean, what is prayer? കർത്താവിനോടുള്ള സംസാരമാണ്. It is talking towards Jesus. എത്ര പേർക്ക് യേശുവിനോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ട്? How many desires to talk with Jesus? 2 വരെ ഉള്ളൂ, 3 വരെ ഉള്ളൂ, 4 വരെ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ പലർക്കും യേശുവിനെ ഇഷ്ടമല്ല. Amen. കൈ പൊക്കിയില്ലല്ലോ, പലരും കൈ പൊക്കിയില്ല. Many have not risen their hands. So ഞാൻ അതല്ലേ മീൻ ചെയ്യേണ്ടത്? should I mean that you don't like Jesus? പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആരാണ്? Amen. But I want to ask you, for all your things, who works for you? ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്? Who works for you? ഇപ്പോഴും നമ്മൾ പല പ്രയർ റിക്വസ്റ്റുകളും നമ്മൾ പറഞ്ഞു, നമ്മൾ കേട്ടു, നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മുൻപിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആരാണ്? I mean, when we place so many prayer requests, who is working for that prayer request? പറയൂ, ആരാണ് നമുക്ക് വേണ്ടി Who പ്രവർത്തിക്കുന്നത്? is working for it? എന്നെ നോക്കി. ഇപ്പോൾ ആരും ധ്യാനിക്കണ്ട. നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് മിനിറ്റ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ വാച്ച് ചെയ്യും. ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്? Who is working for you? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരേണ്ടത് ആരാണ്? Who should answer for the prayers that we place? പറയൂ, ചെൽമി, ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്? Who should answer it? മിണ്ടുന്നില്ലല്ലോ ആരും. Jesus. ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്? യേശുവാണോ? Jesus should answer. ആണല്ലോ, ജീസസ് ആണല്ലോ. Jesus. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ജീസസ് ആണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേർ ജീസസിനെ ഇഷ്ടപ്പെടുന്നു? I mean, if you recognize that Jesus should answer to your prayers, why don't you spend time with him? യേശുവിനോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. I mean, we don't like to speak with Jesus, പക്ഷെ യേശുവിൽ നിന്നെല്ലാം കിട്ടണം. but we want everything from Jesus. അല്ലേ? യേശു എല്ലാം ചെയ്തു തരണം. Jesus should do everything for me, പക്ഷെ യേശുവിന് ഇഷ്ടമല്ല. but I don't like Jesus. യേശുവിന് ഇഷ്ടമാണെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കൂ മോളെ എന്ന് പറയണോ? I mean, if you love Jesus, should anyone tell you do pray for in front? പ്രാർത്ഥിക്കാനായിട്ട് വരണേ മോനെ എന്ന് പറയണോ? Should anyone tell you that come for prayer? ഒരു ദിവസം മോൻ ഇത്ര മിനിറ്റെങ്കിലും ഇത്ര മണിക്കൂറുകളിലെങ്കിലും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് മോനെ പുഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? I mean, should anyone push you saying that you need to pray for this much time? ഒരു ദിവസം മോൾ ഇത്ര അവേഴ്സെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? Should anyone push you or tell you do pray today? ഇഷ്ടമുള്ള ആളിനോട് സംസാരിക്കാൻ ആരും നിർബന്ധിക്കണ്ട. When if you want to talk with a person whom you love, no one should, hallelujah. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ യേശുവിനെ ഇഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? I mean, then next thing I want to ask you, why do you love Jesus? എന്തുകൊണ്ടാണ് യേശുവിനെ ഇഷ്ടപ്പെടുന്നത്? Why do you love Jesus? പറയൂ. You can tell. അതും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. I mean, do we love Jesus in order for all our needs to get fulfilled? ഇനി നമ്മൾ ചോദിച്ച കാര്യത്തിന്റെ മറുപടി യേശു തന്നില്ലെങ്കിലോ? But if Jesus does not give the answer, hallelujah, to your request, യേശു കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് വേറെ പണിക്ക് പോകും. I mean, we would, hallelujah, set aside Jesus aside and go for something. അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. That's how we do our things. നിങ്ങൾ വാസ്തവമായിട്ട് യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, if you truly love Jesus, യേശുവിനോട് നിങ്ങൾ സംസാരിക്കും. you will speak to Jesus. ആ സംസാരമാണ് പ്രാർത്ഥന. That speaking is prayer. പ്രാർത്ഥനയുണ്ടെങ്കിൽ ആരും നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ I ചെയ്യും. mean, if you have prayer, even though no one helps you,
Jesus will. ഈ ദിവസം ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് സ്പർശിക്കുവാൻ പോകുകയാണ്. I mean, what I understand is that in these days God will work for ഇന്ന് you. പകൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക, എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. I mean, you today take a decision that I want to go into the presence of എനിക്ക് God. ലഭിക്കുന്ന സമയങ്ങളൊക്കെ എനിക്ക് യേശുവിനോട് I സംസാരിക്കണം. mean, whatever time I get, I want to speak with Jesus. എന്റെ സംസാരങ്ങൾ കേൾക്കാൻ അപ്പുറത്ത് ഒരാളുണ്ട്. I mean, there is one who is ready to hear അത് me on the other side. മറ്റാരുമല്ലാണ്ട് യേശു കർത്താവാണ്. That is no one else other than Jesus. നിങ്ങൾ അങ്ങനെ ഒന്ന് ആത്മാവിലൊന്ന് കാണുക, എന്റെ Amen. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, Can we start seeing that in the spirit? എന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം, I mean, there is a Jesus who is going to answer you. എന്നെ to every സഹായിപ്പാൻ request. പ്രാപ്തനായ ഒരു There is a ദൈവം, one who is able to help you. അവൻ ഇന്നും ജീവിക്കുന്നുവെന്ന് പറയാൻ. I mean, he is still living. ഇന്നും യേശു ജീവിക്കുന്നു. Today he is still living. ജീസസ് ഈസ് അലൈവ്. Jesus is alive. യേശു ഇന്നും ജീവിക്കുന്നു. Jesus is living. മരിച്ച് മൺമറഞ്ഞു പോയി അല്ലെങ്കിൽ കല്ലറ കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. We are not worshipping a God who was buried and he is dead. കല്ലറയ്ക്കപ്പുറത്ത് ഇന്നും ജീവിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. I mean, we are serving Jesus who is resurrected from that burial. Thank the Lord for giving us this opportunity to serve him. ദൈവമായ കർത്താവ് നമ്മിൽ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യാൻ പോകുകയാണ്. God is going to do great works in our life. ഞാൻ പറഞ്ഞു വന്നത് ആ ഭാഗം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കാരണം മോശയുടെ കരം താങ്ങി പിടിച്ച അഹരോന്റെയും ഹൂരിന്റെയും തലമുറകളെ കർത്താവ് പിന്നീട് പ്രസിദ്ധരാക്കി മാറ്റി. I mean, because Aaron and Hur who upholded Moses, the generation after that had got blessed. പഴയ നിയമത്തിൽ പൗരോഹിത്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൗരോഹിത്യം ആദ്യം ലഭിക്കുന്നത് അഹരോന്റെ കുടുംബത്തിനാണ്. I mean, if you tell in the Old Testament about priesthood, hallelujah, Aaron's family was the one who received the priesthood. ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ഹൂര് മോശയുടെ കരം താങ്ങി പിടിച്ചപ്പോൾ ഹൂരിന്റെ കൊച്ചുമകൻ ബസലേൽ ക്രിസ്തുവിൽ പ്രസിദ്ധനായി മാറി. I mean, when hallelujah, Hur upholded the hand of Moses, hallelujah, his grandson was the one who became famous. His name was Bezalel. ദൈവം അവനെ ദിവ്യജ്ഞാനം കൊണ്ട് നിറച്ചു. And he was filled with the divine wisdom. നമ്മൾ പോലും അറിയില്ല പ്രിയരെ, നമ്മൾ കർത്താവിനെ സേവിക്കുമ്പോൾ നമ്മയും നമ്മുടെ തലമുറകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതുപോലെ സ്പർശിക്കും. I mean, when we serve God, hallelujah, God will, hallelujah, touch, hallelujah, our generation. ദിവ്യജ്ഞാനം കൊണ്ട് നിറച്ചു. And Bezalel was filled with the divine wisdom. ഖുറേന ദേശക്കാരനായ ശീമോൻ വയലിൽ നിന്ന് കയറി വരുമ്പോഴാണ് യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അല്പം നിർബന്ധം കൊണ്ട് ക്രൂശിന്റെ ഏതോ ഒരു ഭാഗമൊന്ന് സപ്പോർട്ട് ചെയ്തു. I mean, when Simon the Cyrene, hallelujah, came from his field, hallelujah, was walking, hallelujah, he was compelled by the Roman to uphold the cross of Jesus. ബാക്ക് ചാപ്റ്ററിലൊക്കെ നമ്മൾ വായിക്കുന്നത് അലക്സാണ്ടർ റൂഫോസ് ക്രിസ്തുവിൽ പ്രസിദ്ധരായെന്നാണ്. I mean, it's later written that Alexander Rufus was famous. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓടി വന്നതിനും കർത്താവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടെന്ന് നമ്മൾ അറിയുക. I mean, we should understand that because we have come into his presence, ഈ hallelujah, ചില മണിക്കൂറുകൾ നമ്മൾ ഇവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നില്ലേ, ഇതൊന്നും വേസ്റ്റ് ആകത്തില്ല. I mean, the time that is spent over here is not a waste in your life. ഓരോ സെക്കൻഡ്സിനും ദൈവം നമുക്ക് വേണ്ടി മറുപടികൾ കൽപ്പിക്കും. I mean, there is an answer for every second you spend over here. ഇന്ന് പകൽ എനിക്കറിയാം ഇതിനകത്ത് പിടയുന്ന മനസ്സുമായിട്ടിരിക്കുന്ന പല വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്ത്. I mean, there are many who are having, hallelujah, have prayer requests in their heart which is very heavy. നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചില പ്രവൃത്തി അയക്കാൻ പോകുകയാണ്. The Holy Spirit is going to answer to all the prayer requests. അത് നാളെ എന്ന് കർത്താവ് പറയത്തില്ല. God will never tell that tomorrow will be the day of നിന്റെ answer. വിഷയത്തിന് മറുപടി നാളെ ആകട്ടെ എന്ന് കർത്താവ് പറയത്തില്ല. God will never tell that tomorrow will be the day ഞാൻ of മനസ്സിലാക്കുന്നത് answer. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ പ്രസൻസിനകത്താണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽ മനസ്സിലാക്കുന്നു ഇന്ന് എന്നൊരു ഡേറ്റ്, ഇന്നൊരു സമയം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. I mean, if you believe that you are in the presence of God, hallelujah,
Today will be the day. Hallelujah. പലപ്പോഴും നിങ്ങളുടെ വിടുതലുകൾ നാളെ 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 എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വിട്ട വിഷയമാണ്. I mean, it would be for many times we might be think that tomorrow is the day for my deliverance. മാറ്റി മാറ്റി വെച്ച പല വിഷയങ്ങൾ, പല സാഹചര്യങ്ങളുണ്ട്. I mean, there will be many things that might be keeping us for പക്ഷേ tomorrow. വിശ്വസിക്കാമെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്ന് നിന്റെ വിഷയത്തിൽ മേൽ കർത്താവ് സ്പർശിക്കുവാൻ If you പോകുകയാണ്. believe, hallelujah, God will touch your prayer request today. ഇപ്പോൾ നിന്റെ വിഷയത്തിൽ മേൽ കർത്താവ് സ്പർശിക്കുവാൻ പോകുകയാണ്. God can touch will touch your prayer നീ request പ്രാർത്ഥനയിൽ today. സമർപ്പിച്ച പല വിഷയങ്ങളുണ്ട്. If you have placed many നീ requests പ്രാർത്ഥനയിൽ in നെഞ്ചു prayer, പിടഞ്ഞ പല വിഷയങ്ങളുണ്ട്. in prayer you have placed many requests. നിന്റെ വേദനകൾ അത്രമാത്രം ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ കണ്ണുനീർ തോരാതെ ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിച്ച വിഷയങ്ങളുണ്ട്. There are many requests you praised in prayer and cries. നിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിൽ നിറഞ്ഞു കഴിഞ്ഞു. The tears is being gathered in the Lord's jar. ആ തുരുത്തിയിൽ നിന്റെ കണ്ണുനീർ നിറഞ്ഞിരിക്കെ നിനക്ക് വേണ്ടി ചില മറുപടിയുമായി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാണ്. God is going to rise up because the jar is being filled because of your tears. സാംസിൽ പറയുന്നത് പോലെ നീ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുകയില്ലയോ? I mean, in Psalms is written that you are the God who keeps the tears in your jar. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. You know my wanderings. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുകയില്ലയോ? You know my tears are in your. ചിലരുടെ കണ്ണുനീരുടെ മറുപടികൾ വരുന്നുവെന്ന് പരിശുദ്ധാത്മ പറയാൻ എന്നോട് നിർബന്ധിക്കുന്നു. The Holy Spirit is there pushing me to tell that, hallelujah, there is answers that are coming for the tears which you spent. ഈ ദിവസങ്ങളിൽ നീ പ്രാപിക്കാൻ പോകുന്ന മറുപടി നിന്റെ കണ്ണുനീരിന്റെ മറുപടി ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. The answers which you are going to receive